കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പാതിവില തട്ടിപ്പ്. പാതിവില തട്ടിപ്പിൽ വീണ്ടും പുതിയ പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഫറോക്കിലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കേരള ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പരാതിയിലാണ് കേസ്. ആനന്ദകുമാർ, അനന്തു കൃഷ്ണൻ എന്നിവരാണ് കേസിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതിയിൽ പ്രതികളായി പറയുന്നത്. 6.32 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 918 ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടർ പകുതി വിലയിൽ നൽകാമെന്നും ലാപ്ടോപ്പും മറ്റ് വീട്ടുപകരണങ്ങളും നൽകാമെന്നുമായിരുന്നു കരാർ. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇതിപ്പോ ഓരോ വ്യക്തികൾ പരാതിയുമായി വരുന്നതിന് അപ്പുറത്തേക്ക് ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഈ നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച ആളുകൾ പരാതിയുമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരും ഈ കേസിൽ പ്രതികളാവുന്ന സാഹചര്യമാണ്. ഈ ഫറോക്കിൽ ഏത് തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് ഈ സമിതി ആരോപിക്കുന്നത്? സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലുള്ളതിന് സമാനമായി തന്നെ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ NGOകളൊക്കെ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനകളാണ്. അത്തരം സന്നദ്ധ സംഘടനകൾ വഴിയാണ് ഈ കേസിലും ധനസമാഹരണം നടന്നിരിക്കുന്നത്. കേരള ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി, അതായത് ഗ്രാമനിർമ്മാണ സമിതിയുടെ പേരിലാണ് ഇത്തരത്തിൽ നാട്ടുകാരിൽ നിന്നും പണം പിരിക്കുകയും ആ പണം ഈ അനന്തകൃഷ്ണന്റെ ഒക്കെ ട്രസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ 6.32 കോടി രൂപ ഈ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് വ്യക്തമാക്കുന്നു. പകുതി വിലയിൽ സ്കൂട്ടർ, ലാപ്ടോപ്പ്, വീട്ടുപകരണങ്ങൾ എന്നിവ അടക്കമുള്ള സാമഗ്രികൾ നൽകാം എന്ന് പറഞ്ഞ് 918 ഗുണഭോക്താക്കളിൽ നിന്നാണ് ആ പണം വാങ്ങിയത്. ഈ പണം വാങ്ങിയവർക്ക് 6 മാസത്തിനുള്ളിൽ ലാപ്ടോപ്പും ഈ ഗൃഹോപകരണങ്ങളും സ്കൂട്ടറും ഒക്കെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ആ നിശ്ചിത കാലയളവിനുള്ളിൽ നൽകാൻ പറ്റിയിട്ടില്ല. ആദ്യഘട്ടങ്ങളിൽ മറ്റിടങ്ങളിലെ പോലെ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്ത ഇടപാടുകാർക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് കൃത്യമായ രീതിയിൽ ഈ സാധന സാമഗ്രികൾ നൽകി. അത് വളരെ ചെറിയ എണ്ണത്തിലുള്ള ആളുകളാണ്. 50 പേർക്ക് സ്കൂട്ടർ, 30 പേർക്ക് ലാപ്ടോപ്പ് എന്നിങ്ങനെയൊക്കെ നൽകി. അപ്പോൾ പൂർണ്ണമായും ഒരു വിശ്വാസത്തിലേക്ക് ആളുകൾ മാറുകയും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ സാമഗ്രികൾ വേണമെന്ന ആവശ്യമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. മറ്റിടങ്ങളിലും ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് നീങ്ങുന്നത് കണ്ടാണ് ഈ സുരേഷ് ബാബുവും ഈ പദ്ധതിയിൽ ചേരുന്നതും ആ പണം അടയ്ക്കുകയും ചെയ്യുന്നത്. ഒപ്പം ഈ ആനന്ദകുമാറിനെ പോലുള്ള ആളുകൾ, അത് സമൂഹത്തിൽ വിശ്വസ്തയോഗ്യരെന്ന് കരുതുന്ന ആളുകളുടെ ഒരു സാന്നിധ്യവും ഈ പദ്ധതിയിൽ ചേരാൻ കാരണമായി. എന്തായാലും 6.32 കോടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് തന്നെ മറ്റ് 2 കേസുകൾ ഇത്തരത്തിലുള്ള 2 സന്നദ്ധ സംഘടനകളെ കബളിപ്പിച്ച് ആ പണം സ്വന്തമാക്കി നൂറുകണക്കിന് ഇടപാടുകാർക്ക് പൈസ നഷ്ടമായതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫാറൂഖിലും കേസെടുത്തിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഫറോക്കിലും പാതിവില തട്ടിപ്പിൽ പരാതി വന്നിരിക്കുന്നു. 6.32 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതാണ് പരാതി.